ഹലോ ഗൈസ്, ഇപ്പം സമയം ഒരു 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇന്ന് എന്താ എടുക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒരു വ്ളോഗായിട്ടാണ് എടുക്കുന്നത്. അതെ, രാവിലെ എണ്ണീറ്റ് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. പൂജ, അമൽ, നിങ്ങൾ ഈ 2 കുട്ടികളെ അറിയുമായിരിക്കും. 18 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, പിന്നെ അതിനെ കല്യാണം കഴിച്ചിട്ടുള്ള 24 വയസ്സായിട്ടുള്ള മറ്റൊരു കുട്ടി. ഇവർ രണ്ടുപേരും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പൂജ അമൽ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസം മുന്നേ അത്യാവശ്യം പൂജ അമൽ വൈറൽ കപ്പിൾ അല്ലേ. 18 വയസ്സ് തികഞ്ഞ ഉടനെ തന്നെ പ്ലസ് വൺ എക്സാം കഴിഞ്ഞ ഉടനെ, പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് തന്നെ 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ സ്നേഹിച്ചിട്ടുള്ള, ഒരുപാട് ആത്മാർത്ഥമായി കഴിഞ്ഞ 3 വർഷമായി സ്നേഹിച്ചിട്ടുള്ള ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എല്ലാവർക്കും മാതൃക കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒളിച്ചോടിപ്പോയി മാതൃക കാണിച്ച് വൈറലായിട്ടുള്ളൊരു കപ്പിളാണ്. അവരുടെ ചാനൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ ചെറിയ ഓരോ കാര്യം, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇതിനെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അവരായി അവരുടെ ലൈഫായി, നമ്മളിപ്പോൾ എന്തായാലും അഭിപ്രായം പറയാമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും റിയാക്ട് ചെയ്തിരുന്നില്ല. അവരെ വെച്ചിട്ട് കുറേ ചാനൽസൊക്കെ ഇൻ്റർവ്യൂ എടുത്തിരുന്നില്ല. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നുമില്ല, അപ്പോൾ വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. പൊന്നു സ്കൂളിൽ പോകുന്നു ഗുയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പൊന്നു സ്കൂളിൽ പോകുന്നത് എങ്ങനെയൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ഇവരുടെ ചാനൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് ദിവസം മുന്നേ ഇവരൊരു Q&A ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സത്യം പറയാലോ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പിലുള്ള അവരുടെ വീഡിയോ കണ്ട സമയത്ത് പ്ലസ് ആ കുട്ടിയുടെ അവരുടെ വീട്ടിലെ അവസ്ഥയും, നമ്മൾ അമ്മാവനാണേ ക്ഷമിക്കണം, ആ വീട്ടിലെ കുട്ടിയുടെ അവസ്ഥയൊക്കെ കണ്ട സമയത്ത് ഒരു 2 വാക്ക് നമ്മുടെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയണം തോന്നിപ്പോയി. റീസൺ എന്താണെന്നറിയോ? ഈ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ അല്ലേ. കാരണം 10-18 വയസ്സ് വരെ കുട്ടികളെ വളർത്തി വലുതാക്കിയതിന് ശേഷം അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസ് കൊണ്ട് എത്രത്തോളം മാതാപിതാക്കൾ വിഷമിക്കുന്നു, ഇത് മനസ്സിലാവണം എന്നുള്ളത് എത്ര ആൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷിതാവ് ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ മാമനോട് ക്ഷമിക്കണം. കാരണം വെച്ചാൽ ഞാൻ ഈ ചാനലിൽ പോയി നോക്കുന്ന സമയത്ത് ഇവർ ചെയ്തിട്ടുള്ള ഒരു Q&A സെഷൻ, ആ Q&Aൻ്റെ അടിയിൽ കുറച്ച് കമൻസും വന്നിട്ടുണ്ട്. ഈ കമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. 1-2 കമൻറ്റ് മാത്രം ഞാൻ ഇതിലൊന്ന് വായിക്കാം. വളർത്തി വലുതാക്കിയ അമ്മയ്ക്കും അച്ഛനും ആ കുട്ടി ഒരു വിലയും കൊടുക്കുന്നില്ല. അമ്മയെ അച്ഛനെ കുട്ടി കാണുന്നില്ല. ഈ ഒരു ചെറുക്കനെയാണ് ഈ കുട്ടി കാണുന്നത്. അവനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വളർത്തിയവർക്ക് എന്തുമാത്രം വേദനയുണ്ടാവും. ഞാനും ഒരു അമ്മയാണ്, ഒരു പെൺകുട്ടിയുടെ എനിക്ക് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നു. ആ അമ്മയ്ക്ക് സഹിക്കാനുള്ള മനസ്സ് ദൈവം കൊടുക്കട്ടെ. ആ അമ്മയുടെ മനസ്സ് എരിയുന്നുണ്ടെങ്കിൽ ഈ കുട്ടി അനുഭവിക്കുക തന്നെ ചെയ്യും. ദാറ്റ് വാസ് വെരി ഹാർഷ് പ്രാക്ക്. ഓക്കെ, നമ്മൾ പ്രാക്കിനും പരിപാടിക്കൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ ഒരു ഇന്നത്തെ ലൈഫും അവരുടെ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞ സമയത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ എനിക്കൊന്ന് യൂട്യൂബ് ചാനൽ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. 28,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ചാനൽ കാണുന്ന സമയത്ത് ഏതൊരു ശരാശരി ഒരു രക്ഷിതാവിനും തോന്നുന്ന അതേ ഒരു വികാരം തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഒരു കാര്യമുണ്ട്, പലരും കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ആരും മാതൃകയാക്കരുത്. എനിക്കൊന്നും ഇപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളൊന്നും അങ്ങനെ ഒരു മാതൃകയാക്കും തോന്നുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് വീഡിയോ മുന്നോട്ട് പോകാം. ഇവരൊരു Q&A സെഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ലൈഫാണ്, അവർ ജീവിക്കേണ്ടത് അവരാണ്, അവരെങ്ങനെ ജീവിക്കണം അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് പല ആൾക്കാരും പല അഭിപ്രായം പറയും. അതുപോലുള്ളൊരു അഭിപ്രായമായിട്ട് കണക്കൂട്ടിയാൽ മതി മാമൻ്റെ. ഓക്കെ, പറഞ്ഞത് എൻ്റെ സ്കൂളിലെത്തിയപ്പം എല്ലാവരും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് എൻ്റെ മാരേജിനെ കഴിഞ്ഞതിനെ പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ച് ആയി നിൽക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെല്ലാവരും ഫോളോ ആക്കണം, എല്ലാവരും ഫോളോ ചെയ്യുകയോ ചെയ്യും, ഇങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്തു ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം. അതെ, അതാണ് ഫസ്റ്റ് റെസ്പോൺസ്. അങ്ങനെ ഈ കുട്ടി ഒരുങ്ങി സ്കൂളിൽ പോയപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്, ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ഫോളോ ആക്കുമോ? കാരണം മാതൃക കപ്പിളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളൊന്ന് ഫോളോ ആക്കുമോ? ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ കപ്പിളായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇവരോട് ചോദിച്ചു, ഫോളോ ആക്കുമോ? ഫോളോ ആക്കി കൊടുക്കും. അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ ഡീപ്പായിട്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മാരേജ് കഴിച്ചു അങ്ങനൊന്നും ചോദിച്ചില്ല. പിന്നെ ഇവനെ തിരക്കിയെന്ന്, കുറച്ച് പിള്ളേർക്ക് ഇവനെ തിരക്കിയെന്ന് പറഞ്ഞു. കുറേ പിള്ളേർ ചോദിച്ചു എന്നോട്. ഞാനിങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ
ഇനി ഈ കൊച്ചു പിള്ളേര്, എനിക്കിപ്പോൾ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും കൊച്ചു പിള്ളേരെ ഞാൻ വീഡിയോസൊക്കെ കാണുന്നത്. കാരണം കൊച്ചു പിള്ളേർ എപ്പോഴും ഇങ്ങനെ എന്നോട് പറയും, ആ ചേച്ചി ഭയങ്കര ഫാനാണ്, ചേച്ചി ചേട്ടൻ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളുടെ ഫോളോവറാണ്, ലൈക്ക് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞാൽ ഇവൻ എന്താണ് ജോലി, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ എന്തുകൊണ്ട് പെട്ടെന്ന് കെട്ടിയെന്നോ അങ്ങനൊന്നും ചോദിച്ചില്ല. പേഴ്സണൽ കാര്യം അധികം ആരും തലയിടാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സും അങ്ങനെ തന്നെ ഒന്നിനെ പറ്റി ചോദിച്ചു. ഞാൻ അവിടെ പഠിക്കാൻ ചെന്നൊരു സ്റ്റുഡൻ്റ് ആണ്, പഠിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പഠിക്കുന്നു, വരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. യെസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ അധികം ഫോളോവേഴ്സുള്ള ഇവർ കൊച്ചുകുട്ടികൾ വാഷ്റൂമിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ, പുറത്തിറങ്ങുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇവന് ഭർത്താവിന് ഈ ചെക്കനെ ഫാൻസ് ഉണ്ടെന്ന് പറയുകയാണെന്ന്. കൊച്ചുകുട്ടികൾക്കൊക്കെ മാതൃക ആക്കാൻ വേണമെങ്കിൽ കൂടുതലൊന്നും പറയുന്നില്ല മാമൻ, കേൾക്കുക എല്ലാവരും. കഴിഞ്ഞതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? മാരേജ് കഴിഞ്ഞതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെ എടുത്ത ഡിസിഷനാണ് എൻ്റെ മാരേജ്. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഇതിലും രണ്ടാമെടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആരും എടുത്തിയാടി ഇങ്ങനൊന്നും തീരുമാനം എടുക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വിലയേറിയ അഭിപ്രായങ്ങളാണ്. ആരും ഇങ്ങനത്തെ രീതിയിലുള്ള എന്താ പറയുക തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഞങ്ങൾ പെട്ടെന്നാണ് ചെയ്തത്. അടുത്തത്, ഇപ്പോഴത്തെ ലൈഫും മുൻപത്തെ ലൈഫും തമ്മിൽ എന്താണ്? ഇതൊക്കെ കാണുന്ന ഇവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ, ഇവരുടെ അല്ല ഈ കുട്ടിയുടെ. ഈ ചങ്ങാതിക്കൊന്നും നഷ്ടപ്പെട്ടില്ല, കാരണം അവനവൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് ആരും ഇല്ല ഇപ്പോൾ. അല്ല, അവർക്കതൊരു വിഷയമാവില്ല, അവർക്കത് വിഷയമല്ല എന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ അവരിപ്പോൾ ഏതോ ഒരു ലോകത്താണ്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം വെച്ചാൽ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡിഫറൻസ്, മുമ്പത്തെ ലൈഫ് എന്ന് വെച്ചാ എന്താ പറയാ, ഞാനിങ്ങനെ എന്താ പഠിത്തം എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. 18 വയസ്സായിട്ടുള്ളൂ, ജസ്റ്റ് 18 വയസ്സ്. +1 കഴിഞ്ഞ് +2 ആവുന്ന പ്രായം. പിന്നെ കാണാൻ എടുക്കാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിലോട്ട് വലിയ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് അതിലോട്ട് വലുതായിട്ട് കൊടുക്കത്തില്ല. ഞാനിങ്ങനെ പഠിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കും. എനിക്ക് ഇഷ്ടമാണ്, അതൊക്കെ ഓക്കെയാണ്, ഇഷ്ടമൊക്കെ. ഞാൻ കൂടുതലും പഠിത്തത്തിലൂടെ തന്നെ ശ്രദ്ധ കൊടുക്കും. ഇവൻ പിന്നെ ജോലിക്ക് പോവും, ഇവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. വലിയതായിട്ട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം പിന്നെ കെട്ടിയതിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിക്കുണ്ട്. മോളുടെ അമ്മ വിളിക്കാറുണ്ട്. കെട്ടിയതിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പോകാൻ എല്ലാവരും സഹായിക്കട്ടെ. ഇന്ന് രാവിലെ അല്ല, ഇവർ സ്കൂളിൽ പോയിട്ടുള്ള ആ വീഡിയോ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർക്ക് മനസ്സിലാവും. ആ വീഡിയോ, ആ വീട്ടിലെ സെറ്റപ്പ്, പിന്നെ ചോദിക്കുന്ന സമയത്ത് ആ അമ്മയുടെ റിയാക്ഷൻ, ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോഴും പ്രശ്നമാണോ? ശരിക്കും പ്രശ്നമാണ്. എൻ്റെ അമ്മ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല, വിളിക്കത്തും കൊടുക്കത്തും അങ്ങനൊന്നുമില്ല. അവര് കോണ്ടാക്ട് ചെയ്യുമെന്ന് ചെയ്യത്തില്ലായിരിക്കും, കാരണം ചെയ്യാനൊക്കെ പ്രയാസമാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതുവരെ എന്തായാലും ഇല്ല. എല്ലാം കാണുന്നൊക്കെ തോന്നുന്നു. ഒരു നിമിഷം ഞാൻ വീണ്ടും പറയാണ്, ഒരു നിമിഷം സ്വന്തം മാതാപിതാക്കളെ, ഈ കുട്ടിയുടെ അച്ഛനമ്മയൊക്കെ ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല, ക്ഷമിക്കണം. ഒരു നിമിഷം സ്വന്തം മാതാപിതാക്കളെ ആലോചിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴുമായിട്ട് ഈ കുട്ടിയുടെ വീഡിയോസ് ഒന്നിപ്പോൾ ഞാൻ ഈ കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയ സമയത്ത് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഡിസിഷൻ എടുക്കില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ഫാമിലി കണ്ടായിരുന്നോ? എൻ്റെ ഫാമിലി ഞാൻ ഇതിന് ശേഷം കണ്ടിട്ടേ ഇല്ല, ആരെയും കണ്ടിട്ടില്ല. പിന്നെ റിലേറ്റീവ്സിനെ കണ്ടിട്ടുണ്ട് കുറെ. റിലേറ്റീവ്സിനെ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. എങ്ങനെ മൈൻഡ് ചെയ്യല്ലേ? എങ്ങനെ വീട്ടുകാർ മൈൻഡ് ചെയ്യുക? എങ്ങനെ വീട്ടുകാർ സഹിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വീണ്ടും ഇത് പറയാൻ തോന്നിപ്പോ. കാരണം ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ ഒറ്റ കാര്യം എത്രയേ ഉള്ളൂ. 18 വയസ്സ് വരെ കുട്ടികളെ വളർത്തി വലുതാക്കിയിട്ട്
കുട്ടികൾ ഇതുപോലത്തെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്ത് ചെയ്യും, എന്തവർ ചെയ്യുക? എനിക്കൊന്നും ഇത്രയധികം ഹെൽപ്ലെസ് ആയിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടായിണ്ടാവില്ല അല്ലേ? മക്കളുടെ കാര്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലുള്ള ഡിസിഷൻ എടുത്തിട്ട് കുട്ടികൾ പോകുക എന്ന് പറയുമ്പോൾ അങ്ങനെ മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം ആരും ഞങ്ങളോട് മിണ്ടില്ല, ഞങ്ങളോട് ആരും മിണ്ടില്ല. അതുകൊണ്ട് ഞങ്ങളും ആരോടും അങ്ങനെ മിണ്ടില്ല, ആരുമായിട്ടും ഞങ്ങളൊരു കണക്ഷൻ ഇല്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ചേച്ചിയുടെ വീട്ടുകാർ ഏട്ടനെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്തില്ല, അത്രേ ഉള്ളൂ. അറിയത്തില്ല ഞങ്ങൾക്ക് സ്വീകരിക്കുമെന്നും. ഇപ്പം സ്വീകരിച്ചു കഴിഞ്ഞാലും ആ വീട്ടിലോട്ട് എങ്ങനെ ചെന്ന് കേറുന്ന, കാരണം അവരതുപോലെ തന്നെ ടോർച്ചർ ചെയ്ത് ഇല്ലേ, അവർ അതുപോലെ ഇവനെ ടോർച്ചർ ചെയ്തു. അപ്പം നിങ്ങൾ ചെയ്ത ടോർച്ചറുകളൊക്കെ എന്താ സ്ഥിതി? എന്ത് തെറ്റാ അവർ ചെയ്തിട്ടുള്ളത് ഇതിനെ ടോർച്ചർ ചെയ്യാൻ? ഇവനെ അതുപോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത്ര വീട്ടുകാർ. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ പിന്നെ നല്ല നല്ല കാര്യങ്ങളാണോ ചെയ്തു കൊടുത്തിട്ടുള്ളത്? എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ ഇനി ഒരു രണ്ടാമത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുക? എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? ആ മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ വീണ്ടും പറയാം. അവരുടെ സ്ഥാനത്ത് വെച്ച് നോക്കുന്ന സമയത്ത് പൊന്നു മോനെ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫേക്ക് ആയിരിക്കും. ഒരിക്കലും എന്റെ പേരൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരാളാണ് അവര്. അപ്പൊ എന്തുവാന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിട്ടായിരിക്കും. കാരണം അല്ലെങ്കിൽ അവർ അന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ റിലേഷൻ ഇത്ര സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് പോലും അവര് എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞത്. പൂജയുടെ അമ്മയുടെ സങ്കടം മനസ്സിലാക്കണമെങ്കിൽ കുട്ടി പ്രായം എത്തണം. ഓക്കെ, അത് പറഞ്ഞ ആളോട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് നിൽക്കണം. അതെ, ഞങ്ങൾ ടൈം ട്രാവൽ ചെയ്തിട്ട് 18 വയസ്സിലേക്ക് പോവാം, എന്നിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാം. ആ അമ്മേൻ്റെ സിറ്റുവേഷൻ ചോദിച്ച സമയത്തേ നിങ്ങൾക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് സിറ്റുവേഷനാണാവോ? എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകാം. നിങ്ങൾ പറഞ്ഞ സാഹചര്യം എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. പ്രേമം വീട്ടിൽ പിടിച്ചാൽ അത് ഏതൊരു പാരൻസും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പഠിക്കുന്ന സമയത്ത് ഇതിൽ പൂജ പറയുന്നുണ്ട് എടുത്ത തീരുമാനം ശരിയാണെന്ന്. ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ +2 കഴിഞ്ഞ് വീട്ടുകാർ വേറെ വിവാഹത്തിന് നിർബന്ധിക്കുമെന്ന്. നമുക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല. നിയമപരമായി മുന്നോട്ട് പോകാം. ഞാനിവിടെ ആരെയും മോശമായിട്ട് പറയുന്നില്ല. ഇവിടെ പൂജയുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ അവർക്കും വലിയ പങ്കുണ്ട്. 18 വയസ്സിൽ ചിന്തിക്കുന്നതല്ല ഒരു 25 വയസ്സിൽ ആവുമ്പോൾ ചിന്തിക്കുന്നത്. ഒരു കുട്ടി ഇത് മാതൃകയായിട്ട് എടുക്കരുത്. പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക, നല്ലൊരു ജോലി നേടുക. ആഗ്രഹിച്ച ജീവിതം നിങ്ങളുടെ മുന്നിൽ വരും. ആരും തീരുമാനത്തിനെതിരെ നിൽക്കില്ല. എനിവേസ് പൂജ അമൽ, ഇനിയുള്ള ജീവിതത്തിൽ പൂജ നല്ലപോലെ പഠിച്ച് ആഗ്രഹിച്ച ജോലി കിട്ടട്ടെ. കരിയർ ഫസ്റ്റ്, പിന്നെ ഫാമിലി ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ചാടിപ്പോയാൽ അടുത്ത പരിപാടി എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണല്ലോ. സീരിയസ് ആയിട്ടോ? നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമല്ല അവനല്ല. നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രം, അവനല്ല, അവന് എല്ലാവരുമുണ്ട്. അവരുടെ ജീവിതമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ അഭിപ്രായം പറയാനുള്ള റീസൺ എന്തറിയോ? അപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ പറയുന്നു, ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരെന്നെ അത്രയും ദയനീയമായ അവസ്ഥയിലായിരിക്കും. കാരണം വെച്ചാൽ ഞാനും ഇതേപോലെ 2 എണ്ണത്തിൻ്റെ അച്ഛനാണ്. പോരാത്തതിന് നമ്മളും ഇതേപോലെ വളർന്നു വന്നതാണ്. അപ്പോൾ 18 വയസ്സ് വരെ വളർത്തി വലുതാക്കിയിട്ട് മകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അവരുടെ ജീവിതം ഇന്നത്തെ സ്കൂളിൽ പോകുന്ന ആ വ്ളോഗ് എസ്പെഷ്യലി കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ, സിറ്റുവേഷൻ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, ആ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ വ്ളോഗ് കണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.